ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 17 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ജനറൽ വന്ന് എന്തായിരുന്നു, നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഹീറോയിനെ മൂഷി രാജ്യത്തിലെ രാജാവിൻ്റെ വേഷത്തിൽ അവിടെ കാണിക്കാം, എന്നിട്ട് ആ കാര്യങ്ങളെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യുന്നതോട് കൂടിയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുവാണ് നമ്മുടെ മൂഷി രാജ്യത്തിലെ മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയേക്കുവാണ്. വേറൊന്നുമല്ല, അവർ വന്ന് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മൂഷി രാജ്യത്തിലെ രാജാവ് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ, ഇച്ചിരി ഏജ് ആയിട്ടുള്ള ഒരാൾ. ആൾക്കറിയാം നമ്മുടെ ഹീറോയിൻ വന്ന് ആണാന്നൊക്കെ അറിയുന്ന ഒരാളില്ലായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കുക, ഞങ്ങൾക്ക് മൂഷി രാജ്യത്തിലെ രാജാവിനെ കണ്ടേ പറ്റത്തുള്ളൂ, ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ എന്തായാലും ഒന്ന് രാജാവിനെ കാണട്ടെ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക. പക്ഷേ എങ്കിൽ ഈ അസിസ്റ്റൻറ്റിനെ അറിയാം, നമ്മുടെ മൂഷി രാജ്യത്തിലെ രാജാവിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു വയസ്സായിട്ടുള്ള ആ ഒരു അപ്പൂപ്പനറിയാം നമ്മുടെ ഹീറോയിൻ അതിനകത്തില്ലല്ലോ. അപ്പോൾ അതറിയാം. അപ്പോൾ അയാൾക്കൊന്നും പറയാൻ പറ്റാതിരിക്കുന്ന സീനിൽ അയാൾ പറഞ്ഞ് നിൽക്ക്, വെയിറ്റ് ചെയ്യുക, എല്ലാ അസുഖവും മാറുമ്പോൾ വരുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജനറൽ അവിടെ വന്നിട്ട് ആ കാര്യം സോൾവ് ചെയ്യും. ജനറൽ പറയണം, ഇത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ, നാളെ രാവിലെ കാണിക്കാം, അപ്പോഴേക്കും ഞാൻ മൂഷി രാജ്യത്തിലെ രാജാവ് ഓക്കെ ആവും, നാളെ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ മിനിസ്റ്റേഴ്സിനെ എല്ലാം പറഞ്ഞു വിടുവാണ്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് നമ്മുടെ ജനറലിൻ്റെ അടുത്ത് താങ്ക്സ് പറയണം. കാരണം ഇപ്പോൾ ഇവർ മിനിസ്റ്റേഴ്സ് പോയില്ലായിരുന്നെങ്കിൽ ഇവരുടെ എല്ലാ കള്ളവും പൊളിയായിരുന്നു, നമ്മുടെ ഹീറോയിൻ അവിടെ ഇല്ല എന്നുള്ള കാര്യമെല്ലാം അറിയുമായിരുന്നു. എന്നിട്ട് അകത്ത് ചെന്നതിന് ശേഷം ജനറൽ പറയുകയാണ്, ഞങ്ങൾ കുറേ അന്വേഷിച്ചപ്പോൾ നമ്മുടെ മൂഷി രാജ്യത്തിലെ രാജാവിനെ കിട്ടിയിട്ടുണ്ട്, ആൾക്ക് ഇച്ചിരി ഇഞ്ചുറി ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അസിസ്റ്റൻ്റ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ജനറൽ വന്ന് ജനറലിൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയണം, അവളുടെ അടുത്ത് ഞാനെല്ലാം ഹീറോയിൻ്റെ അടുത്ത് ഞാനെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, അവൾ അതിനെല്ലാം ഓക്കെയാണ്, നാളെ അവൾ എന്ത് ചെയ്യും, നാളെ വന്ന് അവൾ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവളായിട്ട് തന്നെ എനിക്ക് ഈ പദവി അവൾ തന്നോളും, പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഭയങ്കര ഇതാക്കിയിട്ട് പോകാം, സീലിൻ്റെ കാര്യം ആലോചിച്ച് ഇനി ടെൻഷൻ അടിക്കേണ്ടെന്ന് അസിസ്റ്റൻ്റ് അടുത്ത് പറയാം. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് നമ്മുടെ ഹീറോയിനും കൂടി ഡിസ്കസ് ചെയ്യുക. ആ സമയത്ത് ഹീറോയിൻ പറയുവാണ്, ഞാനാണ് മൂഷി രാജ്യത്തിലെ രാജാവിൻ്റെ രൂപത്തിൽ പോകാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ടെൻഷൻ ഇല്ലാതിരിക്കത്തില്ല. അപ്പോൾ ഹീറോ പറയാം, നീ ചെയ്യുന്ന മണ്ടത്തരാ, ഇവിടെയുള്ളവർ അത്രയും വലിയ മണ്ടന്മാരാണെന്ന് നീ വിചാരിക്കേണ്ട, അവർ ചിലപ്പോൾ കണ്ടുപിടിച്ച് കളയുന്നു. അപ്പോൾ ഹീറോയിൻ പറയണം, ആ കാര്യത്തിലൊന്നും ഹീറോയിൻ്റെ അടുത്ത് പറയണം, നീ വിഷമിക്കേണ്ട, കാരണം കഴിഞ്ഞാൽ ജനറൽ ഓൾറെഡി കൈക്കൂലി കൊടുത്തിട്ട് മിനിസ്റ്റേഴ്സിനെയൊക്കെ അവൻ്റെ സൈഡ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യം ടെൻഷൻ അടിക്കേണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ ജനറലിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് കുറേ സ്വർണ്ണക്കട്ടികളും പൈസയെല്ലാം ഒരു പെട്ടിയിലാക്കിയിട്ട് അവൻ കുറച്ച് ജോലിക്കാരെ കൊണ്ട് കൊണ്ടുപോകുന്നു കുറേ മിനിസ്റ്റേഴ്സിന് കൊടുക്കാൻ. അപ്പോൾ ഹീറോയിൻ്റെ അടുത്ത് ഇയാൾ പറയുകയാണ്, എന്തോരം നാളെ നമ്മുടെ കാര്യത്തിന് പ്രശ്നമൊന്നും വരത്തില്ല, ദാണ്ടെ കൈക്കൂലി കൊടുക്കാൻ പോകുക ജനറലിന് ഇത്രയും സ്വത്ത് കാര്യങ്ങളുള്ളത് നന്നായെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ഈ ജനറൽ അസിസ്റ്റൻ്റ് അവിടെ പോകുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, അവരാർക്കൊക്കെയാണ് ഏതൊക്കെ മിനിസ്റ്റേഴ്സിനാണ് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് കണ്ടുപിടിക്കുക, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ മൂഷി നാട്ടിലെ ഏറ്റവും സീക്രട്ടായിട്ടുള്ളൊരു കാര്യം, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, അത് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് ശിവാനു രാജ്യത്തിന് എപ്പോഴും ഉപകാരമായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഹീറോ ഇത് വേണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് യാങ് വന്നിട്ട് പറയും, ഓക്കെ എന്നാൽ ഞാൻ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ അത് സമ്മതിക്കുമോ, ഹീറോയ്ക്ക് വേണമല്ലോ ഹീറോയിനെല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവൻ കയറി നിന്നിട്ട് പറയും, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. ഇതേ സമയം നമ്മുടെ ജനറലിൻ്റെ അസിസ്റ്റൻറ്റും കൂടി നടന്നു വരുന്ന സമയത്ത് കാണുവാണ്, ടാനിന് കണ്ണ് കാണത്തില്ലോ, അവൻ ഈ ജനറലിനെ കൊല്ലാൻ വേണ്ടി അവിടെ വന്നേക്കുക. സത്യം പറഞ്ഞ് ഇവരിന് നോക്കി നിൽക്കുക അവൻ എന്താ ചെയ്യുന്നത്. അപ്പോൾ അവൻ കണ്ണിൽ കറുത്ത കെട്ടൊക്കെ ഇട്ടിപ്പോൾ ഇവർക്ക് മനസ്സിലായി കണ്ണ് കാണത്തില്ലെന്ന്. അപ്പോൾ ഇവൻ ചെന്ന് ഓരോ ചുമരിലും ചെന്ന് ഇരിക്കുക. അപ്പോൾ ഇവരിതെല്ലാം കണ്ട് ഒരുമാതിരി കോമഡി പോലെ നോക്കിയിട്ട് ഇതെന്താ സംഭവം എന്നും പറഞ്ഞിട്ട് ജനറലിൻ്റെ അസിസ്റ്റൻറ്റും കൂടി അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ലിൻ രാജകുമാരിയും നമ്മുടെ ഹീറോയിൻ്റെ സഹോദരിയും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുകയാണ്, രാത്രിയായിട്ട് അവളിങ്ങനെ രാത്രി നോക്കി നിൽക്കുക, ഹീറോയിൻ്റെ ഇങ്ങനെ രാത്രിയായിട്ട് നോക്കി നിൽക്കുമ്പോൾ ടാൻ വരുന്നില്ല. അപ്പോൾ ഇവൾക്ക് ആകെ മൊത്തത്തിൽ ടെൻഷൻ, വേഗം വരാമെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പോയത്. അപ്പോൾ ഇവൾ പറയുവാണ്, ലിൻ രാജകുമാരിയുടെ അടുത്ത് പറയുകയാണ്, ഒരു കാര്യം ചെയ്യേ, നമുക്ക് രാത്രി അവിടെ പോയാലും നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഹീറോയിൻ നോക്കിക്കോളൂ ഇവരുടെ കാര്യം. അപ്പോൾ നമുക്ക് ജനറലിൻ്റെ പാലസിൽ പോയി ഹീറോയിനെ കണ്ട് സംസാരിച്ചാൽ ഈ കാര്യത്തെ പറ്റി എന്ന് പറയണം. അപ്പോൾ ലിൻ രാജകുമാരിയുടെ അടുത്തും വരാൻ പറയും അപ്പോൾ അവൾ പറയും, ലിൻ രാജകുമാരി പറയും, വേണ്ട, എന്നെ ഒരു തെറ്റിദ്ധാരണയായിരിക്കും നമ്മുടെ ഹീറോയിന്, അവർക്കെല്ലാം എന്നെ പറ്റി ഒരു തെറ്റിദ്ധാരണയായിരിക്കും, അപ്പോൾ നീ മനസ്സിലാക്കിയ പോലെ അവർ മനസ്സിലാക്കണമെന്നില്ലല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, ചെന്ന് എൻ്റെ കാര്യങ്ങൾ പറ, ഇങ്ങനെ സിറ്റുവേഷൻ പറ, എന്നിട്ട് അവരെന്നെ സ്വീകരിക്കുവാണെങ്കിൽ മാത്രം നീ എന്നെ വിളിച്ചുകൊണ്ട് പോയാൽ മതിയെന്ന് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളടുത്ത് പറയാം. അപ്പോൾ ഹീറോയിൻ്റെ പെങ്ങളും ലാസ്റ്റ് ടാനിനെ അന്വേഷിച്ച് ജനറലിൻ്റെ പാലസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ
ഹീറോയും അതുപോലെ തന്നെ യാങ് കൂടി പോയിട്ട് നമ്മുടെ ജനറലിൻ്റെ ഇതിൽ നിന്ന് മറ്റേ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് കാണും. മറ്റേ ഈ ലിസ്റ്റൊക്കെ എഴുതിയിട്ടില്ലേ, ഓരോ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എഴുതി വെക്കത്തില്ലേ, ചിലവ് വരവ് എഴുതി വെക്കത്തില്ലേ, അതിൻ്റെ ബുക്ക് എടുത്ത് വരുമ്പോൾ ഏതൊക്കെ മിനിസ്റ്റേഴ്സിനാണ് പൈസ കൊടുത്തിരിക്കുന്നത്, ഏതൊരു മിനിസ്റ്റേഴ്സിന് ഇവൻ കൈക്കൂലി എത്ര കൊടുത്തു എന്നൊക്കെ അറിയാം. അപ്പോൾ ഹീറോയും പറയും ഇത് വളരെയധികം ഉപകാരം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് കിട്ടിയതുകൊണ്ട് ആരെ വിശ്വസിക്കാം, അല്ലെങ്കിൽ ആരാ നമ്മുടെ ശത്രു, ആരാ നമ്മുടെ മിത്രം എന്ന് അറിയാൻ പറ്റുന്നു. അപ്പോൾ ഹീറോ എടുത്തുകൊണ്ട് പറയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയും വളഞ്ഞ വഴിയും നോക്കേണ്ട കാര്യമില്ല, ജനറൽ ആണല്ലോ ഇതിൻ്റെ അല്ലേ ഇത്. ഒരു മരത്തിൽ കുറേ കുരങ്ങന്മാർ ഇരിപ്പുണ്ടെങ്കിൽ ആ മരം നശിപ്പിച്ചാൽ മതി, കുരങ്ങന്മാർ ചെതറിപ്പൊക്കോളുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഹീറോയിൻ പറയുവാണ് നിങ്ങളൊരു കാര്യം ചെയ്യ്, വേഗം ഇത് എഴുതിയെടുത്തിട്ട് ഈ ബുക്ക് തിരിച്ചു കൊണ്ടേക്ക്, ജനറൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പറയാം. അപ്പോൾ യാങ് എടുത്തോണ്ട് പറയും ഞാൻ ഭയങ്കര സ്പീഡിൽ എഴുതുന്നുണ്ട്, ഞാൻ എഴുതാമെന്ന് പറയണം. അപ്പോൾ എടുത്തോണ്ട് ഹീറോ പറയും ഞാൻ നിന്നേക്കാളും സ്പീഡാണ്, ഞാൻ എഴുതാൻ പറഞ്ഞാൽ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ ഓടി വന്നിട്ട് പറയുകയാണ് ടാനിനെ എന്ത് ചെയ്ത് നമ്മുടെ ജനറൽ വന്ന് കൊല്ലാനായിട്ട് പിടിച്ച് തടവറയിലിട്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഇങ്ങനെ ചോദിക്കുകയാണ് ദൈവമേ അപ്പോൾ നമ്മുടെ ആരെന്ത് ചെയ്യും, നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ എന്ത് ചെയ്യും. കാരണം നല്ല വൃത്തിയായിട്ട് അവർക്കറിയാം നമ്മുടെ ടാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവളുടെ സ്വഭാവം വെച്ച് അവൾ പിന്നാലെ വരും. അപ്പോൾ ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും കൂടി അവിടെ നിന്ന് വേഗം പോവുകയാണ്. അപ്പോൾ യാങ് പറയാണ് ശ്രദ്ധിച്ചൊക്കെ പൊക്കോണേ, ശ്രദ്ധിച്ചൊക്കെ സംസാരിച്ചോണെന്ന് പറഞ്ഞിട്ട് യാങ് അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് എന്താണ് നമ്മുടെ ഹീറോയിൻ ചെന്നിട്ട് ജനറലിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ജനറലിൻ്റെ അടുത്ത് പറയണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാനും നമ്മുടെ അവിടുത്തെ ഷുവാനി രാജ്യത്തിലെ മീൻസ് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളും തമ്മിൽ ഇഷ്ടത്തില്ല. അതുകൊണ്ട് ഭാവിയിൽ അവരെന്താവാൻ ഇവൻ മരുമോനാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നീ അവനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒന്നാമത് കണ്ണ് കാണത്തില്ല, നിന്നെ കൊല്ലാൻ വന്നതാന്നുള്ളതൊക്കെ ശരി തന്നെ, അവന് കണ്ണൊന്നും കാണത്തില്ല, അവിടെ നിന്നെ കൊല്ലാനൊന്നും അവൻ പോകുന്നില്ല. നീ ഇപ്പം അവനെ ക്ഷമിച്ച് ഇവിടുന്ന് വിടുവാണെങ്കിൽ ഭാവിയിൽ അവൻ എന്താവും അവിടുത്തെ മരുമോനാവും. ആ സമയത്ത് നിനക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്ന് പറയും. അപ്പോൾ ജനറൽ ആലോചിച്ച് നോക്കുമ്പോൾ അവനും ശരിയാ ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുന്നതിനേക്കാളും ഭാവിയിലെ കാര്യം നോക്കുന്നത് ഏറ്റവും ബെറ്റർന്ന് ജനറലും പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ജസ്റ്റ് ഒന്ന് ടാനെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറയും. അവസാനം ഇവൾ കുറേ പറയുമ്പോൾ അവൻ്റെ കാര്യം നടക്കണ്ടേ, നാളത്തെ കാര്യം സിംഹാസനത്തിൻ്റെ കാര്യം അവൻ എഴുതിയെടുക്കണ്ടേ, പദവി കിട്ടണ്ടേ. അതുകൊണ്ട് ജനറൽ പിന്നെ അതിനങ്ങ് കൺവിൻസ് ആയിട്ട് നമ്മുടെ ഹീറോയിനും കൊണ്ടുപോകണം. അപ്പോൾ ഹീറോയിൻ ചെന്ന് ഞങ്ങളിതാ വന്നതിനെ രക്ഷിക്കാൻ വന്നു പറയുമ്പോൾ നമ്മുടെ ടാൻ വിചാരിക്കുക ആരാണെന്ന്, നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈയൊക്കെ കയറി പിടിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ടാൻ പറയുവാണ് എന്താണ് ഹീറോയിൻ്റെ പെങ്ങളാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അവളെന്തായാലും എന്നെ അന്വേഷിച്ച് വരും, വേഗം അവളെ ചെന്ന് രക്ഷപ്പെടുത്താൻ പറയണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പെടഞ്ഞു വരിക, കാരണം എന്താണ് ഹീറോയിൻ്റെ പെങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഹീറോയിൻ്റെ പെങ്ങൾ ഓൾറെഡി അവിടെ എത്തിയിട്ട് ജനറലിൻ്റെ പാലസിന് മുന്നേ എത്തിയിട്ട് അവിടെ മറ്റേ ഇതിന് നിൽക്കത്തില്ലേ, സെക്യൂരിറ്റി ആയി നിൽക്കുന്ന രണ്ടുപേര് കാണത്തില്ല, അതിൽ അവരുടെ അടുത്ത് പറയുകയാണ് ഞാൻ എന്താണ് ശിവാനി രാജ്യത്ത് നിന്ന് ഹീറോയിനൊക്കെ വന്നില്ലേ, ഹീറോയിൻ്റെ മറ്റേ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്, അവളെ കാണാൻ വന്നതെന്ന് പറയും. അപ്പോൾ എടുത്തുകൊണ്ട് അവിടെയുള്ള സെക്യൂരിറ്റി പറയണോ പിന്നെ ഇതെന്തോ ശിവാനി രാജ്യത്തിൽ ജനറലിൻ്റെ പാലസാന്ന് വിചാരിച്ചത്, മൂഷി രാജിയാണ് അവിടെ നിനക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇവളെന്തെന്ന് വെച്ചാൽ ഇവളുടെ കയ്യിൽ വെള്ളിക്കെട്ടി കാണും. അപ്പോൾ അത് എടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ എന്തുമായാലും ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് നോക്ക്, എനിക്ക് കയറ്റി വിടാൻ പറ്റുമെന്ന് എങ്ങനെയും ചോദിക്കാൻ പറയുകയാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ യുൻ രാജകുമാരി വന്ന് അവൾക്കാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവരെ കബളിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്ററിനെ കാണാൻ ഈ സെക്യൂരിറ്റി നേരെ ചെന്ന് പറയുന്നത് വേറെ ആരും എടുത്തുമല്ല, നമ്മുടെ ജനറലിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഇല്ലേ അവൻ്റെ അടുത്ത്. അവൻ ഇച്ചിരി കോഴി പോലത്തെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അവൻ ഇവളെ കണ്ട് സൗന്ദര്യം കണ്ടിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ശരി ഞാൻ ഹീറോയിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റൂമിനകത്ത് അടച്ചിട്ട് അവളടുത്ത് തെറ്റായിട്ട് പെരുമാറാനായിട്ട് നോക്കുകയാണ്. ഇതേ സമയം കാണിക്കുകയാണ് നമ്മുടെ യുൻ രാജകുമാരി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുമല്ലോ. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും കൂടി അവിടെ നിന്ന് നടന്നു വരുവാണ്. ഹീറോ പറയാണ് എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ ആരും ഞാൻ വെറുതെ വിടത്തില്ല, കൊന്നു കളയുന്നു പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ യുൻ രാജകുമാരി നേരെ വന്ന് നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ അവൾക്ക് അറിയാമല്ലോ ശിവാനി രാജ്യത്തിലെ രാജാവാന്ന്. എടുത്തുകൊണ്ട് അവനെ പ്രണമിക്കാൻ വേണ്ടി കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ജനറൽ അവിടെ നിന്ന് കുളി കഴിഞ്ഞാണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ സമയത്താണ് അവൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് വണങ്ങി നമിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജനറൽ നിൽക്കുന്ന സീനോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.